നമ്മുടെ പാചകപ്പുരയിൽ ഓരോ ദിവസവും ഓരോ പരീക്ഷണങ്ങൾ. ഇന്ന് സൺഡേ സ്പെഷ്യൽ എന്തെങ്കിലും വേണമല്ലോ സ്പെഷ്യലായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നാൽ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പം എന്തായാലും സവോള മുറിക്കണം. അപ്പോൾ സവോള മുറിച്ചുകൊണ്ട് നമുക്ക് ആലോചിക്കാമെന്നും പറഞ്ഞ് ഞാനൊരു 3 സവോള എടുത്ത് നല്ല നേരിയതായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാമെന്ന്. അപ്പോൾ ചിക്കൻ എടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, കുരുമുളക് പൊടി, തൈര്, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത് ഇത്രയിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് അവിടെ മാറ്റി വെച്ചു. ആ സമയം കൊണ്ട് ഞാൻ സവോള നല്ല നേരിയതായിട്ട് തിന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കറി വെക്കുന്ന ചട്ടി തന്നെ അടുപ്പത്തെടുത്ത് വെച്ചു. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനൊക്കെ വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ അത് വറുത്ത് കോരി എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചു. കുറച്ച് എണ്ണ ഒഴിച്ചു. ഒരു അരമുറി തേങ്ങ അങ്ങനെ കീറി വെച്ചു കേട്ടോ. പെട്ടെന്ന് അത് വറുത്തെടുക്കാൻ എനിക്ക് ഇങ്ങനെ ചെയ്യുന്ന ഈസി. അപ്പോൾ അതിനുമ്പ് ഇതാ ഒരു ട്രിപ്പ് ചിക്കൻ ഞാൻ എടുത്തു. അതിനുമ്പ് നമ്മുടെ തേങ്ങ ഇവിടെ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു ഇതാകുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് അത് ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി അത് നന്നായിട്ട് അരച്ച് മാറ്റി വെക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം ഞാനിവിടെ വറുത്ത് കോരിയിട്ടുണ്ട്. അതേ ചട്ടിയിൽ തന്നെ അതേ എണ്ണ ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മളവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ സവോള അതും ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കണം. അടിയിൽ കുറച്ച് കറുത്തതായിട്ട് കാണുന്നത് നമ്മുടെ മസാലയാണ്. അതൊന്നും കുഴപ്പമില്ല, അതേ ചട്ടിയിൽ തന്നെ അതേ എണ്ണയിൽ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ സവോള നന്നായിട്ടൊന്ന് വഴണ്ട് വന്നപ്പോൾ ഞാൻ 3 നല്ല വലിയ തക്കാളി നല്ല പഴുത്തതാണ് കേട്ടോ, അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണം കേട്ടോ ഈ സമയം. പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം ഞാൻ ക്യാമറ ഓഫായിരുന്നു എന്ന് അറിഞ്ഞില്ല കേട്ടോ. പിന്നെ അതിനുശേഷം പൊടികൾ മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, പിന്നെ കുറച്ചൊരു 1/4 ടീസ്പൂൺ ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇത് ഇത്രയും ഇട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ച സ്മെല്ലെല്ലാം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തു. അതിനുശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്നത് നമ്മുടെ ചിക്കൻ അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ചിക്കനിൽ നമ്മൾ ഉപ്പിടുമ്പോൾ നമ്മളെപ്പോഴും സൂക്ഷിച്ചിടുക, കാരണം നമ്മൾ ചിക്കൻ വറുക്കുമ്പോഴും ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ തക്കാളി ഇതൊക്കെ ഇട്ടപ്പോഴും നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് തുറന്നപ്പോൾ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം അങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ഇവിടെ ഓൾറെഡി അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് അതും കൂടെ ആ ചിക്കനിലോട്ട് അങ്ങോട്ട് ഒഴിച്ചെടുക്കണം കേട്ടോ. ഈ അരപ്പും കൂടെ ഒഴിച്ചെടുക്കുമ്പോഴല്ലേ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഏകദേശം നമ്മുടെ കറി ഇവിടെ നല്ല മണമണാന്ന് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കളറ് അടിപൊളി കളറാണ് ചിക്കൻ വറുത്തെടുത്തതുകൊണ്ട്. അപ്പോൾ ഇത് ചിക്കൻ പുരട്ടുന്നോ ചിക്കൻ ഗ്രേവിന്നോ എന്ത് വേണേലും പറയാം, എന്തിൻ്റെയും കൂടി കഴിക്കാം, എന്തിൻ്റെയും കൂടെ. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഫ്രൈഡ് റൈസ് വെച്ചിട്ടാണ് ഞാൻ ഈ ചിക്കൻ പുരട്ടുണ്ടാക്കിയത്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ വീട്ടിൽ എല്ലാവരും നന്നായിട്ട് കഴിച്ചു. അടിപൊളി ഗ്രേവിയാണ്. ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ ഒക്കെ തന്നെ സൂപ്പർ കോമ്പിനേഷനാണ്. ഷെറിൻ ദാ ഇവിടെ പിറ്റേ ദിവസം രാവിലെയും ചപ്പാത്തി ഉണ്ടാക്കിയപ്പം ചപ്പാത്തിയുടെ കൂടെ കഴിക്കുന്നുണ്ട്. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഗ്രേവി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങളുടെ ഒരു പ്രാവശ്യം ഇതുപോലെ വെച്ച് കൊടുത്തു നോക്കിയാൽ പിന്നെ വീണ്ടും ഇതുപോലെ തന്നെ വെക്കണം. സത്യം പറഞ്ഞാലും ഇല്ലെങ്കിലും പിറ്റേ ദിവസം ഈ പിള്ളേർ ചോദിച്ചു ആ കറി തീർന്നോ? ഞാൻ പറഞ്ഞു തീർന്നു. അന്നേരം പറഞ്ഞു ഞങ്ങൾക്ക് വീണ്ടും അതുപോലെ തന്നെ വേണമെന്ന്. അപ്പോൾ ഞാൻ വീണ്ടും പിറ്റേ ദിവസവും ഞാൻ ഇതുപോലെ ആ കറി വെച്ചു. ഞാനിത് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുന്നതാണ്, അതായത് ഇന്ന്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടുവിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ടെന്നുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും കാണാം.